എന്താ എന്താ ഇറ്റാലിയൻ. മനസ്സിലായില്ല. ഇറ്റലിയിൽ ആര്? ഇറ്റാലിയൻ ബിയർഡ്. അതെന്തായാലും വിയേർഡ് ആയിട്ടുണ്ട്. കോടാലിക്കാ വെട്ടിയത്. മീശയുടെ പകുതിയുടെ ജംഗ്ഷൻ വിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഇതൊക്കെ അറിയാൻ പറ്റും. ആര് വെട്ടുന്നത്? ഈ പിള്ളയുടെ ഒരു കാര്യം പടം വരച്ചു വെച്ചിരിക്കുന്ന അനങ്ങുന്ന രാഘവ. എന്താ നീ ഇവിടെ ചാരിയിരിക്കുന്ന? ചേട്ടൻ ഞാൻ രാഗൊന്നുമില്ല. ഇറ്റാലിയൻ ബിയർഡ്, യു നോ. ഇറ്റാലിയനൊന്നുമല്ല, ഇത് സത്യം. മാഷ് നീ മാഷ്. അല്ല, ഇവന്മാർക്ക് ട്രെൻഡ് അറിയാത്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു ഇറ്റാലിയൻ പിന്നെ എന്റെ ഇത്താട മോനെ ബൂമറാങ്ങോണെന്ന് പറഞ്ഞ് ഈ മീശ എങ്ങ് തരുമോ? ബൂമറാങ്ങല്ലേ, വീണ്ടും തിരിച്ചത് ഇതേപോലെ ഇരുന്നോളൂ. നീ മീശ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഹിസ്റ്ററി ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ഹിറ്റ്ലറിനെ കാണിക്കും. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ മീശയുടെ പേരാണ് ഇറ്റാലിയൻ ബിയർഡ്. അതെ അതെ, പക്ഷെ ഇത് അതല്ലേ, ഇത് മീശ കീറിപ്പോയതാണ്. ഇതൊരു പുതിയൊരു പരിപാടിയാണ്. ഇത് നീയാണ് നമ്മൾ കൂടുതൽ ട്രെൻഡ് സെറ്റർ. എല്ലാ കോമാളിനും ആദ്യമേ കാണിക്കും. അതെ അതെ. പുതിയ ലുക്ക്. നാളെ ഒന്ന് വീട്ടിലോട്ട് വരുവാടാ. എന്റെ ഉമ്മാക്കില്ല, ഉമ്മയുടെ വാപ്പായെ കാണുന്ന ഭയങ്കര ആഗ്രഹം. ഇങ്ങനെയാണ് ആളിരുന്നത്. എടി ലക്ഷ്മി, നീ എന്നെ കയറി ഇങ്ങനെ ലവ് ചെയ്യല്ലേ? ഹലോ, ഇപ്പഴാണ്ടാ ഞാൻ ഇത് മനസ്സിലാക്കിയത്. ഇത് വൺ ട്രെൻഡ്. പിള്ളേരൊക്കെ ഇത് തന്നെ വെട്ടി വയ്ക്കുന്ന. എടാ അതല്ലേ ഞാൻ പറഞ്ഞ അളിയ, ഞാൻ പറഞ്ഞേ ട്രെൻഡാണിത്. അവരെയൊക്കെ മുഖത്ത് അത് ചെയ്യുമ്പോ ട്രെൻഡ്. നിന്റെ മുഖത്ത് വരുമ്പോ എന്താ ഇങ്ങനെ ആവുന്ന? എന്താ വെട്ടി വെച്ചേക്കുന്നത്? നീയൊക്കെ ഗ്രൂപ്പിന്റെ ഫോട്ടോ എടുത്തിട്ട് നിന്നാ. ഒന്നര കാണിച്ച് ഗ്രൂപ്പ് എടുത്ത് ഫോട്ടോ ഇട്ട് നിന്നാ. ഗ്രൂപ്പ് എടുത്ത് ഫോട്ടോ എടുത്ത് തൊണ്ട് നീ ചേരുന്ന കുലുങ്ങുന്നതാണ്. എടാ ചുമ്മാ പറഞ്ഞ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ. സത്യം. ഒന്നുകൂടെ തിരിച്ച്. കളിയാക്കുന്നല്ലേ. ഈ മീശ കറക്കി എറിഞ്ഞിട്ട് ആ മാങ്ങിട്ട് എറിഞ്ഞിട്ടാ